അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുട്ടമാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് ഈ ഒരു മുട്ടമാല. അപ്പോൾ അധിക സൽക്കാരങ്ങളിലും ഈ ഒരു മുട്ടമാല ഉണ്ടാകാറുണ്ട്, ഈ മലബാർ ഏരിയ, കണ്ണൂർ ഏരിയയിലൊക്കെ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ടമാല എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയെന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ മുട്ടമാല ഞാൻ 20 മുട്ട വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ 2 ബൗൾ എടുക്കാം. നമുക്ക് ഇതിൻ്റെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. മുട്ട ഇതുപോലെ പൊട്ടിച്ചതിന് ശേഷം മുട്ടയുടെ മഞ്ഞ കയ്യിലേക്ക് ഇട്ടിട്ട് മുട്ടയുടെ വെള്ളം ഒട്ടും പെടാതെ വേണം. നമ്മുടെ അടുത്ത ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്കാണ് മഞ്ഞ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു രീതിയിലാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഈ ഒരു മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്യാൻ എളുപ്പം, ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞ ഇതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് ഇതുപോലെ അരിച്ചിട്ട് വേണം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇതിലുള്ള പാട ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. മഞ്ഞ നിങ്ങൾ ഇതുപോലെ അരിപ്പയിലൂടെ വേണം ബൗളിലേക്ക് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമാണ്. മുട്ടയുടെ മഞ്ഞ ഇതാ ഇപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല മാല പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് മുട്ടമാല ഉണ്ടാക്കാൻ ഞാനിപ്പോൾ റൗണ്ടിലുള്ളൊരു ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കിപ്പോൾ 2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ 2 കപ്പ് പഞ്ചസാരയിലേക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അതാണ് അളവ്, പഞ്ചസാരയുടെയും വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ 10 മുട്ടയാണെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 20 മുട്ട എടുത്തത് കൊണ്ട് 2 കപ്പ് പഞ്ചസാരയും 2 കപ്പ് വെള്ളവും ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടിത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല ചുറ്റിക്കാൻ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ലെക്സിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ലെക്സിൻ്റെ ബോട്ടിൽ കയ്യിലില്ലെങ്കിൽ നല്ലോണം കഴുകിയിട്ട് വേണം കേട്ടോ എടുക്കാൻ. നല്ലോണം കഴുകിയിട്ട് തുടച്ചിട്ട് വേണം ലെക്സിൻ്റെ ബോട്ടിൽ എടുക്കാൻ. അപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ അടപ്പുമ്മൽ ഹോൾസ് ആക്കി കൊടുത്തിട്ട് അങ്ങനെ ചുറ്റിച്ചെടുക്കാം. അല്ലെങ്കിൽ കെച്ചപ്പിൻ്റെ ബോട്ടിലായാലും മതി. അപ്പോൾ ഞാനിപ്പം പഞ്ചസാരയും വെള്ളമൊക്കെ നല്ലോണം ഇതാ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാര അലിഞ്ഞ് തിളച്ച് വന്നിട്ടുണ്ട്. അതുവരെയാണ് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് മുട്ടയുടെ വെള്ള കുറച്ചൊരു സ്പൂണ് ചേർത്തിട്ട് ഈ ഒരു പഞ്ചസാരയുള്ള കച്ചറകളൊക്കെ നമുക്കൊന്ന് അയക്കുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മുട്ടയുടെ വെള്ള ഒരു സ്പൂണ് ചേർത്തത്. എന്നിട്ട് കുറച്ച് സമയം 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ ഈ ഒരു പഞ്ചസാരയുള്ള അയക്കൊക്കെ നമുക്ക് കോരിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ മുട്ടമാല ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചെറിയൊരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം അടുത്തായിട്ട് വെക്കണം. മുട്ടയുടെ മഞ്ഞ നമുക്ക് ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു മുട്ടയിലെ മഞ്ഞയിലേക്ക് നമ്മളൊന്നും ചേർത്തിട്ടില്ല, ഇത് വെറും മുട്ടയുടെ മഞ്ഞ മാത്രമാണ് കേട്ടോ. ഇത് ഞാനിപ്പം കുറച്ചിപ്പം ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പഞ്ചസാര ലായനിയിലേക്ക് ഒഴിച്ചിട്ട് ഇത് ചുറ്റിച്ച് കൊടുക്കണം. ഇതുപോലെ നല്ല തീയിൽ വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിലാണ് കേട്ടോ ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ റൗണ്ടിൽ വേണം ചുറ്റിച്ച് കൊടുക്കാൻ. ഈ ഒരു പാത്രത്തിൽ നമുക്ക് എത്ര നമുക്ക് ചുറ്റിക്കാൻ പറ്റുമോ അതുപോലെ ചുറ്റിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ എന്തെങ്കിലും
ഫോർക്കോ അല്ലെങ്കിൽ സ്റ്റിക്കായിട്ട് വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു 10-20 സെക്കൻഡ് മതി. ഇത് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും. ഒരുപാട് കുക്ക് ചെയ്തൊന്നും എടുക്കരുത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ളം കുറച്ച് കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് കോരിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ വെള്ളം കുടഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ പഞ്ചസാര ലായനി ഒരുപാട് കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളം കുടഞ്ഞു കൊടുക്കുന്നത്. ആദ്യത്തെ റൗണ്ട് ഇപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി എടുത്തിട്ട് ഇതിലുള്ള ഷുഗറിൻ്റെ വെള്ളമൊക്കെ ഇതുപോലെ കുടഞ്ഞിട്ട് അതിലേക്ക് തന്നെ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്ലേറ്റ് ഒന്ന് ചെരിച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് വേണം ഈ ഒരു മുട്ടയുടെ മാല നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാൻ. ബാക്കിയുള്ളത് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് കോരിയെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് കോരിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. പ്ലേറ്റിൽ മുട്ടമാല ഇടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഒന്ന് ചെരിച്ചിട്ട് വെച്ച് കൊടുക്കുക. മുട്ടമാലയിലുള്ള ഈ ഒരു ഷുഗറിൻ്റെ വെള്ളമൊക്കെ താഴോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ നമുക്ക് ചുറ്റിച്ചിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഇതുപോലെ കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. കുടഞ്ഞിട്ട് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഒരുപാട് പ്രഷറൊന്നും കൊടുക്കരുത്. ചെറുതായിട്ട് ഇതുപോലെ ഒന്നങ്ങ് കുടഞ്ഞിട്ട് കൊടുക്കാം. കട്ടയായിട്ട് ഷുഗർ സിറപ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ കട്ടയായിട്ടുണ്ടാകും. അതൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കുടഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ മഞ്ഞ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുട്ടയുടെ വെള്ള കൊണ്ട് നമുക്ക് പിഞ്ഞാണത്തപ്പം ഉണ്ടാക്കിയെടുക്കണം. 20 മുട്ടയുടെ വെള്ളയാണിത്. ഇതിലേക്ക് ഇനി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അതൊന്ന് മിക്സ് ആകാൻ കുറച്ച് ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. അത് മിക്സ് ആകാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കണ്ടോ. അത് നമുക്ക് മുട്ടയുടെ വെള്ളയിലേക്ക് പാൽപ്പൊടി മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാൽപ്പൊടി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്താൽ അത് മിക്സ് ആകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ചേർത്തത് നമ്മൾ മാല ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബാക്കിയുള്ള സിറപ്പാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സിറപ്പ് നിങ്ങളുടെ കയ്യിൽ ബാക്കിയില്ലെങ്കിൽ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. ഒരുപാട് മധുരം നമുക്ക് ഈ ഒരു വെള്ള അപ്പത്തിലേക്ക് വേണ്ട. അപ്പോൾ കുറച്ച് ലൈറ്റായിട്ടുള്ള ഒരു മധുരമേ വേണ്ടൂ. അപ്പോൾ ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. 3-4 ഏലക്കായും ഇട്ടിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഒരു സോസ് പാൻ വെച്ചിട്ട് അതിലൊഴിച്ചിട്ട് അടിയിൽ എന്തെങ്കിലും തട്ട് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2 രീതിയിലും വേവിച്ചെടുക്കുന്നുണ്ട്. വെള്ള ഇതാ ഇപ്പോൾ 20 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സമയം എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും നല്ലോണം തണുത്തതിന് ശേഷം വേണം നമ്മൾ മുറിച്ചെടുക്കാൻ. ഇതുപോലെ കട്ടറുണ്ടെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മുട്ടമാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിപ്പം 20 മുട്ട വെച്ചിട്ടായതുകൊണ്ട് വലിയൊരു പ്ലേറ്റിലേക്ക് തന്നെ നമുക്ക് ഉണ്ടാകും. ഒരു മുട്ട ഒരാൾക്ക് എന്നാണ് കേട്ടോ കണക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ മുട്ടയുടെ വെള്ള ഈ ഒരു രീതിയിലൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ടമാല ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം ഒരു 5 മുട്ട വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നീട് നമുക്ക് റെഡിയായി വന്നാൽ 10 മുട്ട വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാൻ വിട്ടുപോകരുത്. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.